ശ്രീയേട്ടാ, വേണ്ട, എനിക്കിഷ്ടമല്ല. രാധികയുടെ കണ്ണുനീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി. എന്നെ ഇഷ്ടമല്ല എന്നാണോ? അല്ല, എനിക്കിത് ഇഷ്ടമല്ല. എന്നെങ്കിലും നമുക്കിടയിൽ സംഭവിക്കുന്നതാണ്. ഇത് നമുക്കിടയിൽ മാത്രമല്ല, വിവാഹം കഴിഞ്ഞ എല്ലാവർക്കും ഇടയിൽ കോമൺ ആയിട്ടുള്ള കാര്യമാണ് രാധു, സെക്സ് എന്നത്. അറിയാം എനിക്ക്. പക്ഷേ ശ്രീയേട്ടൻ എന്നെ സ്നേഹിക്കുന്നില്ല. ആര് പറഞ്ഞില്ലെന്ന് രാധു? ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതല്ലേ ഞാൻ നിന്നെ എനിക്ക് വേണമെന്ന് പറയുന്നേ. നിങ്ങൾക്കെൻ്റെ ശരീരം മാത്രം മതി, എൻ്റെ മനസ്സിനെ നിങ്ങൾ സ്നേഹിക്കുന്നില്ല. രാധു, എല്ലാ ബന്ധങ്ങളുടെയും അൾട്ടിമേറ്റ് എയിം അത് ഫിസിക്കൽ റിലേഷൻ തന്നെയാ. അല്ലെന്ന് നീ പറഞ്ഞാൽ സമ്മതിച്ചു തരില്ല ഞാൻ. കാരണം നിന്നേക്കാൾ ഏറെ ലോകം കണ്ടിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് അധികം സംസാരിച്ച് ഈ നല്ല രാത്രി നശിപ്പിക്കണോ? നീ കേൾക്കുന്നില്ലേ രാധു, പുറത്ത് മഴ പെയ്യുന്നത്? കേൾക്കുന്നുണ്ട്. നമ്മുടെ ആദ്യരാത്രിക്ക് വേണ്ടി പ്രകൃതി തന്നെ തയ്യാറെടുക്കുക. അപ്പോൾ പിന്നെ നമ്മളായിട്ട് അതെന്തിനാ വേണ്ടെന്ന് വെക്കുന്നേ? രാധിക പിന്നെ ഒന്നും പറഞ്ഞില്ല. ശ്രീയുടെ ഓരോ സ്പർശനങ്ങളും രാധികയെ തളർത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് രാധിക അറിഞ്ഞു. രാധിക കണ്ണുകൾ അടച്ചു കിടന്നു. ശരീരത്തിൽ നിന്ന് തൻ്റെ വസ്ത്രങ്ങൾ ഊർന്നു പോകുന്നു എന്നത് രാധിക മനസ്സിലാക്കി. തന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന, എന്നാൽ ആ സ്നേഹത്തിൻ്റെ ഒരു തരി പോലും അനുഭവിക്കാൻ കഴിയാത്ത താനിപ്പോൾ അയാളുടെ ആഗ്രഹങ്ങൾക്ക് അടിമപ്പെട്ടു പോയെന്ന് രാധികയ്ക്ക് മനസ്സിലായി. രാധികയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. രാധികയിൽ നിന്നും ഉയർന്ന കരച്ചിലിനെ ശ്രീ കൈകൊണ്ട് മൂടി. വേദനിച്ചോ? രാധിക മൂളി. ഇപ്പം മാറും വേദന, ശ്രീനാഥ് പറഞ്ഞു. ജനലിൽ അതിശക്തമായ പ്രഹരം നടക്കുന്നുണ്ടായിരുന്നു. മഹേന്ദ്രൻ അലറിക്കരഞ്ഞു. രാധിക ജനലിലേക്ക് നോക്കി. പുറത്തങ്ങനെ പല ശബ്ദങ്ങളും കേൾക്കും, പേടിക്കേണ്ട, ശ്രീനാഥ് പറഞ്ഞു. മതി ശ്രീയേട്ടാ, പ്ലീസ്. രാധിക കണ്ണു തുറന്നു നോക്കുമ്പോൾ ശ്രീനാഥ് രാധികയെ കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. രാധിക ശ്രീയുടെ കൈയെടുത്തു മാറ്റാൻ ശ്രമിച്ചപ്പോൾ ശ്രീനാഥ് ഒന്നുകൂടി രാധികയെ മുറുക്കെ പിടിച്ചു. രാധിക പതിയെ ശ്രീയുടെ കൈമാറ്റി ബാത്റൂമിലേക്ക് നടന്നു. ഷവർ തുറന്ന് അതിനടിയിൽ നിന്നു. അങ്ങിങ്ങായി നീറുന്നു. രാധിക അലമാരിയിൽ നിന്ന് സാരി എടുക്കുമ്പോൾ ശ്രീനാഥിനെ നോക്കി. ശ്രീനാഥ് നല്ല ഉറക്കമായിരുന്നു. രാധിക സാരി ചുറ്റി കണ്ണാടിയിൽ നോക്കി. ശ്രീനാഥ് വന്ന് രാധികയെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. രാധിക കണ്ണാടിയിൽ കൂടി ശ്രീനാഥിനെ നോക്കി. തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. ശ്രീനാഥ് രാധികയുടെ ചുണ്ടുകളിലൂടെ വിരലോടിച്ചുകൊണ്ട് പാടി. എന്തേ? ശ്രീനാഥ് ചോദിച്ചു. ഒന്നുമില്ലെന്ന് രാധിക തലയാട്ടി. ശ്രീനാഥ് രാധികയുടെ കഴുത്തിൽ ചുംബിച്ചു. ഇതെന്താ പൊട്ടൊന്നും വയ്ക്കാത്തെ? ശ്രീ കണ്ണാടിയിൽ ഒട്ടിച്ചു വച്ചിരുന്ന പൊട്ടെടുത്ത് രാധികയുടെ നെറ്റിയിൽ ഒട്ടിച്ചു കൊടുത്തു. സിന്ദൂരച്ചെപ്പ് തുറന്ന് സിന്ദൂരമെടുത്ത് നെറുകയിലിട്ടുകൊടുത്തു. പോകണ്ടേ നമുക്ക്? ശ്രീ ചോദിച്ചു. രാധിക മൂളി. വൈകിട്ട് രാധികയും ശ്രീനാഥും മനക്കിലെത്തി. എന്താ മോളെ ഒരു വിഷമം മുഖത്ത്? ഒന്നുമില്ലമ്മേ, വീട്ടിൽ നിന്ന് പോന്നപ്പോ സങ്കടം വന്നു, അതാ. അതിനിപ്പോ എന്താ? അടുത്തു തന്നെയല്ലേ വീട്, അവിടെ ഇടയ്ക്ക് പോകാലോ മോൾക്ക്. യമുന രാധികയെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. എന്തായി അരുൺ? ശ്രീ അരുണിനെ നോക്കി. എന്റെ കോണ്ടാക്ട്സ് ഒക്കെ വെച്ച് അന്വേഷിച്ചു. ഒരു ഡോക്ടർ കോശി, റിട്ടയർഡായി, ഇരിങ്ങാലക്കുടയാണ് സ്ഥലം, അരുൺ പറഞ്ഞു. നമുക്ക് നാളെ തന്നെ പോകാം, ശ്രീ പറഞ്ഞു. എനിക്ക് സത്യം അറിയണം അരുൺ. എന്റെ ഗൗരിയുടെ മരണം എങ്ങനെയാണ് നടന്നതെന്ന് എനിക്കറിയണം. ശ്രീനാഥ് റൂമിലേക്ക് ചെല്ലുമ്പോൾ തറ നിറയെ കുപ്പിവളകൾ പൊട്ടിച്ചിതറി കിടക്കുന്നുണ്ടായിരുന്നു. പല നിറത്തിലുള്ള മാലകളും അതിന്റെ മുത്തുകളും കമ്മലുകളും അങ്ങിങ്ങായി കിടക്കുന്നുണ്ടായിരുന്നു. സ്ത്രീ നേരെ നോക്കുമ്പോൾ ഒരു ഭ്രാന്തിയെപ്പോലെ രാധിക ഗൗരിയുടെ വസ്ത്രങ്ങൾ അലമാരയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിടുന്നത് ശ്രീ കണ്ടു. രാധികേ! ശ്രീ അലറി. രാധിക തിരിഞ്ഞു നോക്കി. ശ്രീനാഥ് വാതിലടച്ച് കുറ്റിയിട്ടു. ഇതൊക്കെ മര്യാദയ്ക്ക് അതിൽ തന്നെ ഒതുക്കിവെക്ക്, ശ്രീനാഥ് പറഞ്ഞു. രാധിക വീണ്ടും വലിച്ചിട്ടു. രാധികേ, നിന്നോടാ പറഞ്ഞത് ഇതെല്ലാം അതേപോലെ അലമാരിയിൽ വയ്ക്കാൻ. ഇല്ല, വയ്ക്കില്ല. രാധിക അതെല്ലാം കാലുകൊണ്ട് തട്ടി.
അങ്ങനെ മനസ്സിലാവളെയും ശരീരം കൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കണ്ട. ഞാൻ മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിൽ. രാധിക അതെല്ലാം വാരിയെടുത്ത് നടന്നു. രാധികേ, നിൽക്ക്! ശ്രീ പിന്നാലെ ചെന്നു. രാധിക വിളി കേൾക്കാൻ നിൽക്കാതെ കോണിപ്പടികൾ ഇറങ്ങി. ഇതെന്താ മോളെ, ഇതൊക്കെയായി നീ എങ്ങോട്ടാ? ശ്രീജ ചോദിച്ചു. ഗൗരിയുടേതാ. ഇനി ഇതൊന്നും ഇവിടെ വേണ്ടമ്മേ, ഞാനിതെല്ലാം കത്തിക്കാൻ പോവാ. രാധിക പറഞ്ഞത് കേട്ട് ശ്രീ നിന്നു. രാധിക ശ്രീയെ തിരിഞ്ഞു നോക്കി. രാധിക, വേണ്ട, അതിങ്ങെത്താ, ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും, ശ്രീനാഥ് പറഞ്ഞു. നിങ്ങൾക്ക് ദേഷ്യം വരട്ടെ. ഒരു ഭർത്താവിന്റെ അധികാരം നിങ്ങൾക്ക് കാണിക്കാമെങ്കിൽ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. നിങ്ങളുടെ മനസ്സിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് ഇതൊന്നും ഇവിടെ വേണ്ട. രാധിക അതെടുത്ത് മനക്കലെ പിന്നിലേക്ക് നടന്നു. അടുക്കളയിൽ നിന്ന് രാധിക തീപ്പെട്ടിയെടുത്തു. ഗൗരിയുടെ വസ്ത്രങ്ങളെല്ലാം മുറ്റത്തിട്ടു. രാധിക, നോ! ശ്രീ വന്ന് രാധികയുടെ കൈ പിടിച്ചു. വിടന്റെ കൈ! രാധിക കൈവലിച്ചു. ശ്രീനാഥ് ഒഴികെ ആരും രാധികയെ തടഞ്ഞില്ല. രാധിക, പ്ലീസ്, അത് കത്തിക്കരുത്. ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞു. ശ്രീ ഓടിച്ചെന്ന് അതെല്ലാം വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിന്നു. ശരി, ഞാൻ കത്തിക്കുന്നില്ല. രാധിക ചായ്പിലേക്ക് കയറി. അവിടെ ഇരുന്നിരുന്ന മണ്ണെണ്ണ കന്നാസ് കയ്യിലെടുത്തു തുറന്നു. എന്നെ കത്തിക്കാമല്ലോ എനിക്ക്, രാധിക പറഞ്ഞു. മോളെ, സഹദേവൻ വിളിച്ചു. നോ രാധിക, പ്ലീസ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. നീ എന്താ ഇങ്ങനെ? പ്ലീസ് രാധിക. നോ, നിങ്ങൾക്ക് അതാണ് വലുതെങ്കിൽ പറയേ, ഞാൻ മരിച്ചോളാം. അല്ലാതെ ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. രാധിക മണ്ണെണ്ണ കന്നാസ് എടുത്ത് തലയിലൂടെ ഒഴിക്കാൻ തുടങ്ങി. നോ! ശരി, കത്തിച്ചോ. ശ്രീ ഗൗരിയുടെ വസ്ത്രങ്ങൾ താഴെയിട്ടു. രാധിക ശ്രീയെ നോക്കി. എനിക്ക് ശ്രീയേട്ടനെ എന്റെ മാത്രമായി വേണം. എന്നോട് ക്ഷമിക്ക് ശ്രീയേട്ടാ. രാധിക ഇറങ്ങി വന്നു. ഗൗരിയുടെ വസ്ത്രങ്ങളിലേക്ക് മണ്ണെണ്ണ ഒഴിച്ചു. ശ്രീ രാധികയെ നോക്കി നിന്നു. രാധിക കത്തിച്ച തീപ്പെട്ടിക്കൊള്ളി അതിലേക്കിട്ടു. തീ ആളിപ്പടർന്നു. ഒരു നിമിഷം കൊണ്ട് ശ്രീയുടെ ഇഷ്ടങ്ങൾ ചാരമായി മാറി. ശ്രീനാഥ് മണ്ണിലേക്ക് മുട്ടുകുത്തിയിരുന്നു. ആ കനൽ കഷ്ണങ്ങൾ 2 കൈകൊണ്ടും വാരിയെടുത്തു. കൈ പൊള്ളിയിട്ട് പോലും ശ്രീനാഥ് അവ താഴെയിട്ടില്ല. മോനെ, കൈ പൊള്ളും, ശ്രീജ പറഞ്ഞു. മനസ്സ് പൊള്ളുന്നതിനേക്കാൾ വേദനയില്ലമ്മേ ഇതിന്. ശ്രീനാഥ് അതിലേക്ക് നോക്കിയിരുന്നു. ശ്രീനാഥ് കട്ടിലിൽ ഒരിടത്ത് കിടക്കുമ്പോഴാണ് രാധിക റൂമിലേക്ക് ചെന്നത്. ശ്രീയേട്ടാ. ശ്രീനാഥ് ഒന്നും മിണ്ടിയില്ല. ശ്രീയേട്ടാ. രാധിക ശ്രീയുടെ അടുത്ത് ചെന്ന് കിടന്ന് ശ്രീയെ കെട്ടിപ്പിടിച്ചു. വിടടിയണ്ണേ. ശ്രീനാഥ് രാധികയുടെ കൈയെടുത്തു മാറ്റി എഴുന്നേറ്റു. നീ എന്ത് തോന്നിവാസം കാണിച്ചാലും വന്നെന്നെ കെട്ടിപ്പിടിച്ചാ ഞാൻ നിന്നോട് ക്ഷമിച്ചു നൽകുമെന്ന് നീ കരുതിയോ? ഒരാളും, ഈ വീട്ടിലെ ഒരാളും എന്നോട് ചെയ്യാത്ത കാര്യമാ നീ ഇന്നെന്നെ ഭീഷണിപ്പെടുത്തി ചെയ്തത്. നിന്നോട് ഞാൻ ക്ഷമിക്കില്ല രാധികേ. ഒരൊറ്റ ദിവസം കൊണ്ട് നിന്റെ കൂടെ കിടന്നപ്പോ നീ എന്താടി കരുതിയത്? നീ എന്തു ചെയ്താലും ഞാൻ മിണ്ടാതെ നിൽക്കുന്നോ? ശ്രീയേട്ടാ, ഞാൻ... മിണ്ടരുത്. എനിക്ക് നിന്റെ ശബ്ദം പോലും കേൾക്കണ്ട. ഇത്ര വർഷങ്ങളായി ഞാൻ നിധി പോലെ കൊണ്ടു നടന്നതൊക്കെയാ നീ ചാരമാക്കിയത്. നീ ആയതുകൊണ്ട്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കൊന്നു കളഞ്ഞേനെ ഞാൻ. നീ ആയതുകൊണ്ടാ ഞാൻ അടങ്ങിയത്. കാരണം എനിക്ക് നിന്നെ ഇഷ്ടമാ. അത് മനസ്സിലാകില്ല ഒരിക്കലും. ഒരിക്കലും. എന്റെ ഇഷ്ടങ്ങളാണ് നീ കത്തിച്ചു കളഞ്ഞത്. എന്റെ മനസ്സിൽ ഗൗരിയുണ്ട്. അതുകൊണ്ട് പോയി ആ മണ്ണെണ്ണ എടുത്തോണ്ട് വാ. എന്നെ കത്തിച്ച് കൊല്ലു നീ. ശ്രീയേട്ടാ, എന്തായി പറയുന്നേ? ഞാനതൊക്കെ കത്തിച്ചു, ശരിയാ. നമുക്കിടയിൽ അതൊന്നും വേണ്ട. ഞാനും ശ്രീയേട്ടനും മതി. അല്ലെങ്കിലും നമ്മൾ മാത്രമേ നമുക്കിടയിലുള്ളൂ. ബാക്കിയെല്ലാം നിന്റെ തെറ്റിദ്ധാരണയാണ്. മരിച്ചു മണ്ണടിഞ്ഞ ഒരു പെൺകുട്ടി, അവൾ എങ്ങനെ നിനക്കും എനിക്കും ഇടയിൽ ഒരു ശല്യമാകും? നിനക്ക് എന്ത് ശല്യാണ് ആ വസ്ത്രങ്ങൾ ഉണ്ടാക്കിയത്? രാധിക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ അതെന്തു പറഞ്ഞാ നിന്നെ വിശ്വസിപ്പിക്കേണ്ടത്? ഇനി ഞാൻ ചാവണോ? പറയേ, ചെയ്യാം. പക്ഷേ ചാവില്ല. ഇതിനു മുൻപ് ഈ ജീവിതം ഒന്ന് അവസാനിച്ച് കിട്ടാൻ ഞാൻ ഒരുപാട് തവണ എന്റെ കാർ ഒരുപാട് വണ്ടികൾക്ക് മുന്നിൽ ഇടിച്ചിട്ടുണ്ട്. ചത്തില്ല. ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു.
ഞാനിനി എന്താ വേണ്ടത്? പക്ഷേ ഇനിയില്ല. നിനക്കെന്നെ മനസ്സിലാക്കാനാവില്ല. കഴിഞ്ഞു. ഇന്നത്തോടെ നീയും ഞാനും തമ്മിലുള്ള ബന്ധം അവസാനിച്ചു. ശ്രീയേട്ടാ, അങ്ങനെ പറയല്ലേ പ്ലീസ്. എനിക്ക് ശ്രീയേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. എനിക്ക് ശ്രീയേട്ടനെ നഷ്ടപ്പെടുമെന്നോർത്താ ഞാൻ. നഷ്ടപ്പെടുമെന്നോ? എങ്ങനെ ഞാൻ നഷ്ടപ്പെടുമെന്നാ? മരിച്ചുപോയ ഗൗരി എന്നെ കൊണ്ടുപോകുമെന്ന് കരുതിയോ? നീ എന്നെ കൊന്നെന്ന് വരും, പക്ഷേ അവളതൊരിക്കലും ചെയ്യില്ല. കാരണം അവൾക്കെന്നെ അറിയാം. നിനക്കെന്നെ അറിയില്ല. നീ ഇതുവരെ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. കാരണം നീ എന്നെ സ്നേഹിക്കുന്നില്ല. നിനക്ക് വെറും കൾട്ടാണ് എന്നോട്. അതാ നിനക്കെന്നെ നഷ്ടപ്പെടുവോന്നുള്ള പേടി. നിനക്ക് നിന്റെ സ്നേഹത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ മരിച്ച ഗൗരി ജീവനോടെ വന്നാലും നിനക്കൊരു പ്രശ്നവും തോന്നില്ല. നിനക്കാ ധൈര്യമില്ല. കാരണം നീ എന്നെ സ്നേഹിച്ചിട്ടില്ല, സ്നേഹിക്കില്ല. ഞാൻ നിന്നെ സ്നേഹിച്ചാലും നിനക്ക് മനസ്സിലാവില്ല. കാരണം നിനക്ക് സംശയമാണ്. മതി പ്ലീസ്. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. മതി രാധികേ, നിർത്ത്. സ്നേഹക്കൂടുതൽ? നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കല്ലേ പ്ലീസ്. വേണ്ട, വേണ്ട എനിക്ക് ഈ സ്നേഹം. എനിക്ക് പ്രിയപ്പെട്ടതെല്ലാം നശിപ്പിക്കുന്ന സ്നേഹം. മതി, നീ എന്നെ സ്നേഹിക്കണ്ട. എനിക്ക് വേണ്ട. ശ്രീനാഥ് മുറിയിൽ നിന്നിറങ്ങിപ്പോയി. അമ്മേ, ഞാൻ കോളേജിലേക്ക് പോവാ, രാധിക പറഞ്ഞു. ശ്രീനാഥ് കയ്യിൽ വാച്ച് കെട്ടിക്കൊണ്ട് ഇറങ്ങി വന്നു. പോവാ അരുൺ, ശ്രീ പറഞ്ഞു. പോവാം. അരുണും സച്ചിയും മുറ്റത്തേക്കിറങ്ങി. ഏട്ടത്തി, കോളേജിലേക്കാണോ? സച്ചി ചോദിച്ചു. ആ സച്ചി. എന്നാൽ കയറിക്കോ, ഞങ്ങളാ വഴിക്കാ, അരുൺ പറഞ്ഞു. രാധിക ശ്രീയെ നോക്കി. ശ്രീനാഥ് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഡോർ അടച്ചു. രാധിക കാറിന്റെ പിന്നിൽ കയറാൻ തുടങ്ങിയപ്പോൾ സച്ചി തടഞ്ഞു. ഏട്ടത്തെ ഫ്രണ്ടിലിരുന്നോ? രാധിക മുന്നിലിരുന്നു. എങ്ങോട്ടാ യാത്ര? രാധിക ചോദിച്ചു. ഇരിങ്ങാലക്കുട വരെ, ഒരു ഡോക്ടറെ കാണാൻ, അരുൺ പറഞ്ഞു. ആഹാ, 3 ഡോക്ടർമാരും കൂടി വേറെ ഡോക്ടറെ കാണാൻ പോവാണോ? രാധിക ചോദിച്ചു. ശ്രീനാഥ് രാധിക കോളേജിന് മുൻപിൽ ഇറങ്ങുന്നതുവരെ ഒന്നും മിണ്ടിയില്ല. രാധിക വിഷമത്തോടെ കാറിൽ നിന്നിറങ്ങി. ബൈ, രാധിക പറഞ്ഞു. ബൈ ഏട്ടത്തി, സച്ചി പറഞ്ഞു. ബൈ രാധിക, അരുണും പറഞ്ഞു. രാധിക കോളേജിലേക്ക് നടന്നു. രാധികയുടെ മൊബൈലിൽ മെസ്സേജ് വന്നത് രാധിക തുറന്നു നോക്കി. സോറി, ഐ ലവ് യു. ശ്രീനാഥിന്റെ മെസ്സേജ് ആയിരുന്നു. രാധികയുടെ കണ്ണുകൾ നിറഞ്ഞു. സോറി, ഐ ലവ് യു ടു. രാധിക തിരിച്ചയച്ചു. ഇനി ഞാൻ ശ്രീയേട്ടനെ വേദനിപ്പിക്കില്ല, ഒരിക്കലും. രാധിക മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്തു. ഉച്ചയ്ക്ക് ശേഷമാണ് ശ്രീനാഥും അരുണും സച്ചിയും ഇരിങ്ങാലക്കുട എത്തിയത്. ഏദൻ തോട്ടം എന്ന പേര് കൊത്തിയ ഗേറ്റ് കടന്ന് കാർ ചെന്നു നിന്നു. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ഒരു സ്ത്രീ വാതിൽ തുറന്നു. ആരാ? അവർ ചോദിച്ചു. ഞങ്ങൾ ഡോക്ടർ കോശിയെ കാണാൻ വന്നതാ. അപ്പച്ചനെ കാണാനാണോ? വരൂ, അവർ അകത്തേക്ക് ക്ഷണിച്ചു. ഇരിക്കൂ, ഞാനിപ്പോ വരാം. ആ സ്ത്രീ അകത്തേക്ക് പോയി. ആരാ? എവിടുന്നാ? ഒരു വയസ്സായ ആൾ ഹാളിലേക്ക് വന്നു. ശ്രീനാഥ് എഴുന്നേറ്റു. ഐ എം ഡോക്ടർ ശ്രീനാഥ്. ശ്രീനാഥ് കോശിക്ക് കൈനീട്ടി. കോശി കൈകൊടുത്തു. ഇതെന്റെ സുഹൃത്ത് ഡോക്ടർ അരുൺ, ആൻഡ് ഇതെന്റെ അനിയൻ ഡോക്ടർ സച്ചിൻ. ഹലോ, കോശി പറഞ്ഞു. എവിടുന്നാ? എന്താ കാര്യം? കോശി ചോദിച്ചു. ഞങ്ങൾ കിള്ളിമംഗലത്ത് നിന്നാണ്, ശ്രീനാഥ് പറഞ്ഞു. കിള്ളിമംഗലം എന്ന് കേട്ടപ്പോൾ കോശിയുടെ മുഖം മാറി. എന്താ കാര്യം? കോശി പരുഷമായി ചോദിച്ചു. 4 വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർ വല്യപുഴ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു കേസിനെക്കുറിച്ചറിയാനാ. ഒരു പെൺകുട്ടി, പേര് ഗൗരി, ഗൗരി രാമൻ, ശ്രീനാഥ് പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഒരുപാട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഓർമ്മ കാണും, കാരണം ഗൗരിക്ക് 2 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സാർ തയ്യാറാക്കിയിരുന്നു. ഒന്ന് അവളുടെ വീട്ടുകാർക്ക് കൊടുക്കാൻ ലങ്സിൽ വെള്ളം കയറി മരണം, മറ്റൊന്ന് വേറൊരാളുടെ കയ്യിൽ. അതിൽ റേപ്പ് ചെയ്യപ്പെട്ടു, ശ്വാസം മുട്ടിയാണ് മരണം നടന്നത്. 2 റിപ്പോർട്ടും ശ്രീനാഥ് ടേബിളിന്റെ മേലേക്കിട്ടു. കോശി ഒന്നും മിണ്ടിയില്ല. സാർ മിണ്ടാതിരിക്കുന്നത് കാണാനല്ല ഞങ്ങൾ വന്നത്. ഞങ്ങളും ഡോക്ടർമാർ തന്നെയാ.
അരുൺ പറഞ്ഞു. ഞാൻ ഏതു വീട്ടിൽ പോയാലും അത് രോഗികളുടെ പ്രയോജനത്തിനു വേണ്ടിയായിരിക്കും. മനഃപൂർവമായ എല്ലാത്തരം അനീതികളിൽ നിന്നും ദ്രോഹങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് രോഗികളുമായുള്ള ലൈംഗിക ബന്ധത്തിൽ നിന്ന് സ്വതന്ത്രനോ അടിമയോ പുരുഷനോ സ്ത്രീയോ ആരുമായിക്കൊള്ളട്ടെ, ഞാൻ ഒഴിഞ്ഞു നിൽക്കും. ചികിത്സാ സംബന്ധമായോ അല്ലാതെയോ ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞാൻ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന പരസ്യപ്പെടുത്തരുതാത്ത കാര്യങ്ങൾ അതീവ രഹസ്യമായി തന്നെ ഞാൻ സൂക്ഷിക്കും. ഞാൻ ഈ പ്രതിജ്ഞ നിറവേറ്റുകയും ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ജീവിതവും വൈദ്യവൃത്തിയും ആസ്വദിക്കാനും എല്ലാ കാലത്തും എല്ലാവരാലും ബഹുമാനിക്കപ്പെടാനും ഇടവരട്ടെ. ഞാൻ ഈ പ്രതിജ്ഞ ലംഘിക്കുന്നുവെങ്കിൽ ഇതിന് വിപരീതവും വന്നു ഭവിക്കട്ടെ. ഈ വരികൾ അറിയോ ഡോക്ടർ കോശിക്ക്? നമ്മളൊക്കെ പേരിനു മുൻപ് ഡോക്ടറെന്നും പേരിനു പിന്നിൽ MBBS എന്നും പഠിച്ചു വാങ്ങുമ്പോൾ എടുക്കുന്ന പ്രതിജ്ഞ, ശ്രീനാഥ് പറഞ്ഞു. മുന്നിൽ കിടക്കുന്നത് ഒരു മൃതദേഹമാണെങ്കിൽ കൂടി ഒരു ഡോക്ടർ കാണിക്കേണ്ട ഉത്തരവാദിത്തം എന്തെന്ന് ഞങ്ങൾ പറഞ്ഞു തരേണ്ടതില്ലല്ലോ, സച്ചി പറഞ്ഞു. ഞങ്ങൾക്കറിയേണ്ടത് ഇതിന്റെ സത്യാവസ്ഥയാണ്. എന്തിനിങ്ങനെ 2 റിപ്പോർട്ടുണ്ടാക്കി? ആർക്കുവേണ്ടി? ആരാ ഗൗരിയെ കൊന്നത്? ശ്രീനാഥ് ചോദിച്ചു. ഇല്ലെങ്കിൽ ഡോക്ടർ, ഈ 2 റിപ്പോർട്ടിലും സാറിന്റെ സൈനുണ്ട്. പോലീസ് കേസാവും. അതിന് നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. സത്യം പറയുമെന്ന് കരുതുന്നു. ഞാൻ പറയാം, കേസാക്കരുത്.